ജാസ്മിൻ ഒരു കപ്പ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. സോ വന്ന ഉടനെ നോറയ്ക്ക് സ്പേസ് കൊടുത്തില്ല പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് ലാലേട്ടൻ. സോ 24 മണിക്കൂറും ബാത്റൂം ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഡേ 1 നടന്ന പ്രശ്നത്തിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് സ്പേസ് പരമാൾക്ക് അല്ല മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്, ചെവിയിലില്ലേ ചീവീട് കാര്യങ്ങൾ പോലെ കിരികിരാന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ഇറിറ്റേറ്റ് ആണെന്ന് പറയാൻ എക്സ്ട്രീം ഇറിറ്റേഷൻ ആണ് നോറയൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. പലരും ടി വി ഒക്കെ തല്ലിപ്പൊളിക്കാത്തത് കാശ് പോലെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമാണ്. പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് കാലേവാരി നെൽത്തടിയാണ് ഏറ്റവും വലിയ പ്രശ്നം, സാത്താനാണ് ഏറ്റവും വലിയ പ്രശ്നം, ഇതൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്ര. അപ്പൊ ഈ രാത്രി ഇവർ കിടന്ന് കാണിക്കുന്നതൊക്കെ കാണുന്നത് എന്താണ്? ജനങ്ങൾക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണോ? ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. എല്ലാം ജനങ്ങളുടെ അഭിപ്രായമാണ്. അവനവന്റെ അഭിപ്രായം അല്ലെങ്കിൽ ക്രൂവിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. ലാലേട്ടനെയും പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെന്താ എഴുതി കൊടുക്കണം, ഈ ബൈഹാർട്ട് പഠിച്ചിട്ട് അവിടെ വന്ന് ഛർദ്ദിക്കല്ലേ ആൾ ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറയേണ്ടത് സ്ത്രീകളെ ബഹുമാനിക്കണം. അത് എന്തിന്റെ ബേസിസിലാണ് മനസ്സിലായിട്ടില്ല. റെസ്പെക്ട് ദ പേഴ്സൺ നോട്ട് ദ ജെൻഡർ എന്നല്ലേ പറയാം. ഇന്റർനാഷണൽ ഷോ ആയിട്ട് പോലും ഇപ്പോഴും സ്ത്രീ പുരുഷൻ ഡിസ്ക്രിമിനേഷൻ ആണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക്. ലാലേട്ടനും കുറച്ച് കോമൺ സെൻസ് ഒക്കെ വേണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലാലേട്ടൻ ഈ പണി നിർത്തിയിട്ട് സ്ക്രിപ്റ്റ് സെലക്ഷനിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ സിബിന് ശിക്ഷ കൊടുക്കുന്നത് മോഹൻലാലോ പവർ ടീമോ ബിഗ് ബോസ് ആരോ അല്ല, രശ്മിൻ ബായിയും അതുപോലെ തന്നെ നോറയാണ്. എന്തിന്റെ ബേസിസിൽ ഇവനെ ശിക്ഷിക്കാൻ ഇവർക്ക് എന്താ അർഹതയുള്ളത്? അല്ല മനസ്സിലാവാത്തോണ്ട് ചോദിക്കാണ്. 3 ദിവസം വെസൽ ക്ലീനിങ് കൊടുക്കണം, ബെസ്റ്റ് ആയിട്ട്. പിന്നെ ഇവരൊക്കെ എന്തിനായിരിക്കുന്നത്? ഇവർ 2 പിടിച്ച് കപ്പും കൊടുത്ത് ലേഡി ബിഗ് ബോസ് ആക്കി വിട്ടാൽ പോരെ. സോ മുമ്പ് അർജുൻ ഇതേപോലെ ഒരു ആക്ഷൻ കാണിച്ചു. അന്ന് ഈ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഈ ആൾക്കാർക്ക് കാണാൻ ഒന്നും അല്ല ഇത്. ഇവർ ഈ രണ്ടും കൂടി കിടന്ന് കാണിക്കുന്ന കോപ്രായൊക്കെ ആൾക്കാർ നന്നായിരുന്നു എൻജോയ് ചെയ്യുന്നതാണ്. എല്ലാം ജനങ്ങളുടെ അഭിപ്രായമാണ്. പക്ഷെ ജനങ്ങൾക്ക് പറയാനുള്ള ഒന്നും കാണിക്കൂല. ഇന്നത്തെ ഒരു എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ട് ജാസ്മിന്റെ ഹൈജീനെ പറ്റിയിട്ട് ലാലേട്ടൻ കൊടയുണ്ട് എന്നൊക്കെ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ജാസ്മിൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയി എന്നാണ്. ഇത് കൊടയൊന്നുമില്ല, ഇത് ആൾക്കാരെ കണ്ണിൽ കുറച്ച് പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം കാണിക്കും. അവിടെ പോയ പറയും ജാസ്മിനെ വൃത്തിയിലൊക്കെ നടക്കണം, സ്മോൾക്ക് സങ്കടം അയച്ച് ലാലേട്ടനും ചെരുപ്പ് മേടിച്ചിടാം, എല്ലാവരും പോയി ഐസ്ക്രീം കഴിച്ചോണ്ട് ഇന്നത്തെ എപ്പിസോഡും തീരും.